ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിതാ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരുപാട് ചെടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് നടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ചട്ടിയിൽ. അതിന് പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മണലും സാധാ നമ്മളെ ഗാർഡൻ സോയിലും കൂടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. അത് മാത്രമാണ് നമ്മളിപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് തയ്യാറാക്കുന്നത്. വേറെ കാര്യമായിട്ട് വളങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണില്ല. അതോട്ട് കഴിയാത്തതിനെ കൊണ്ട് ഞാനിതിപ്പോൾ കൈ കൊണ്ട് തന്നെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചാണകപ്പൊടി കൂടെ ആഡ് ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ അതുപോലെ ചട്ടിയിടുമ്പം ഇപ്പോഴാണ് ഈ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് തുടങ്ങിയത്. ഇതുവരെ ഞാൻ നട്ട ചെടികളിൽ വെറും മണ്ണ് മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ കരിയിലയും ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. പിന്നെ ഓർക്കിഡ്, ആന്തോറിയം അങ്ങനത്തെ ചെടികളൊക്കെ നടുമ്പോൾ നമ്മൾ കരിയിലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ നമ്മൾ കുറേ ബോഗൻവില്ലുണ്ട് പിടിപ്പിച്ച് വെച്ചത്. ഈ 2 ചട്ടിക്കും 10 രൂപയാണ് കേട്ടോ വില. അപ്പോൾ ഒന്നുകൂടെ എളുപ്പമായിട്ടുള്ളത് ഈ ഒരു ചട്ടിയല്ലേ. അപ്പോൾ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ടെടുത്തു, പിന്നെ മണ്ണിട്ട് കൊടുത്ത്. മണ്ണ് വരുമ്പോൾ പോട്ടി മിക്സ് ആണ് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ചെയ്ത് വെച്ച മണ്ണാണ്. നമ്മൾ ഒരുപാട് സ്ഥലത്തുനിന്നായിട്ട് പല സ്ഥലത്തുനിന്ന് പല സമയത്തായിട്ട് വാങ്ങിച്ചു കൊണ്ട് വെച്ച കുറേ ബോഗൻവില്ലിന്റെ കമ്പ് കുത്തിവെച്ച് തൈകളായി പിടിച്ച് കുറേ സാധനങ്ങളുണ്ട്. ഒന്ന് ഇതാണ്, അതൊക്കെയാണ് നമ്മൾ നട്ടു കൊടുക്കാൻ പോകുന്നത്. അതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്ന വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നായാലും പരിചയക്കാരെ കയ്യിൽ നിന്നായാലും ഒക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അങ്ങനെ നമ്മൾ വേറെ കുത്തി വെച്ച് അങ്ങനെ വേര് പിടിപ്പിച്ചെടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ കവറിലും ചെറിയ ചെറിയ കുഞ്ഞി പോട്ടിലൊക്കെ ആയിട്ട് നമ്മൾ കുത്തി വെച്ച് കൊടുത്തിട്ട് വേര് പിടിച്ചതിന് ശേഷം ഫ്രീ ആയിട്ടൊരു ദിവസം ഇരിക്കുമ്പോൾ ഒന്നിച്ച് നമ്മളൊരു റിപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ച് വെച്ചായിരുന്നു. അങ്ങനെ ആദ്യത്തേത് നമ്മൾ ചെയ്തു, രണ്ടാമത്തത് നമ്മൾ ചെയ്തു. ഇതൊക്കെ പലതും പല കളറാണ് കേട്ടോ. ഒരേ കളർ തന്നെ പല ഷെയ്ഡിലുള്ളുണ്ട്. ഇപ്പോൾ റോസ് ആണെന്നുണ്ടെങ്കിൽ കടും റോസ് ഉള്ളുണ്ട്, നല്ല ചുവപ്പ് കളർ പോലുള്ള റോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളറുണ്ട്. വൈറ്റ് ഉണ്ട്. മൂന്നാമത്തെ നമ്മൾ നട്ടു കൊടുത്തിട്ടോ, മൂന്നാമത്തെ കളർ നട്ടു കൊടുത്തു. ഇതൊരു ചില്ലിയറട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ, കറക്റ്റ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അന്ന് നട്ടു വെച്ച ചെറിയ തണ്ടാണ് ഞാൻ കൊണ്ടുവന്ന്. ഇതുവരെ വീട്ടിലുണ്ടായ എല്ലാ ബൊഗൻവില്ലും ഞാൻ ഇതുപോലെ ചെറിയ തണ്ട്, സാധാരണ പ്രത്യേകിച്ച് നഴ്സറിയിൽ നിന്നും വാങ്ങിയ ഒരൊറ്റ ബൊഗൻവില്ല എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള എല്ലാ ബൊഗൻവില്ലും ഞാൻ ഇതുപോലെ കമ്പ് കൊണ്ടുവന്ന് കുത്തി വെച്ചാണ് കേട്ടോ. അങ്ങനെ 3 നമ്മൾ നട്ടു. ഇത് ഇനിയിപ്പോൾ വേരൊന്നും പിടിപ്പിക്കാത്ത, ഇതിപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന ആ ചെടിയിലുള്ള ഒരു തണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ കമ്പ് മറ്റുള്ളതൊക്കെ പിടിപ്പിച്ച പോലെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പ് കുത്തി വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഇതുവരെ എല്ലാതും പിടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ വേറെ വളങ്ങളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാനിതിന് കൊടുത്തോണ്ടിരുന്ന ഒരേ ഒരു വളം എൻ്റെ സ്നേഹമാണ് കേട്ടോ. മണ്ണിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, സ്നേഹം കൊടുക്കും. അങ്ങനെയുണ്ട് എൻ്റെ ചെടികളെല്ലാം വളർന്ന് വലുതായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.